കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് 11 മണിക്കാണ് നടക്കുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മുട്ടിച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അല്പസമയത്തിനകം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന്. ഒപ്പം സ്നേഹമോൾ നൈനാൻ ആശുപത്രിയിൽ നിന്നും. ആദ്യം ശ്യാമിലേക്ക് പോവുകയാണ്. ശ്യാം, ആ വീട്ടിലെ സങ്കട കാഴ്ചകൾ അത് നമുക്ക് ഊഹിക്കാം. കാരണം മകളുടെ ജീവൻ അത് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നു. അവിടെ വെച്ച് അമ്മയുടെ ജീവൻ ഒരു സിസ്റ്റത്തിന്റെ അനാസ്ഥ മൂലം നഷ്ടപ്പെടുന്ന സാഹചര്യം. ഇന്നലെ ആ കുടുംബത്തിന്റെ, അതായത് ബിന്ദുവിന്റെ അമ്മയുടെ കണ്ണീരൊക്കെ നമ്മുടെ ഹൃദയം കൂടി ഉലയ്ക്കുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ എന്താണ് ആ വീട്ടിൽ, എപ്പോഴാണ് മൃതദേഹം അങ്ങോട്ട് എത്തിക്കുക? അവിടുത്തെ സങ്കട കാഴ്ചകൾ എങ്ങനെയാണ്? രാവിലെ ഒരു 7 മണിക്ക് ശേഷം ആ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കും. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഒരു ചെറിയ വഴിയാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള ആ വഴി. ഈ വഴി കടന്ന് തൊട്ടപ്പുറത്ത് ആണ് ആ കാണുന്നതാണ് വീട്. തൊട്ടപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിന്ദുവിൻ്റെ വീട് കൂടി കാണാൻ കഴിയും. ആ കാണുന്നതാണ് വീട്. ഏകദേശം ആ വീട് ലൈഫിൽ കിട്ടിയ വീടാണ്. പക്ഷേ ഏകദേശം പകുതി പണി പൂർത്തിയായിട്ടുള്ളൂ. മുൻവശമൊന്നും തേച്ചിട്ടൊന്നുമില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. തൊട്ടപ്പുറത്ത് ഈ കാണുന്ന ഈ ഒരു പറമ്പിലാണ് സംസ്കാരത്തിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഈ കാണുന്ന ഇവിടെ തൊട്ടിപ്പുറത്തെ ഈ പറമ്പിലാണ് സംസ്കാര ചടങ്ങുകളും മറ്റും ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ബിന്ദുവിന് വേണ്ടിയിട്ടുള്ള ചിത ഒരുക്കുക. അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ആ സ്റ്റെപ്പ് വഴി വേണം ആ വീട്ടിലേക്ക് ഇറങ്ങാൻ. 2 കുട്ടികൾ, അതോടൊപ്പം തന്നെ ഭർത്താവ്, ഭാര്യ, അങ്ങനെ ബിന്ദുവിൻ്റെ അമ്മ, ഇത്രയും പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. നിലവിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സാധാരണ കൂലിപ്പണിക്കാരാണ്, സാധാരണക്കാരാണ്. അന്നന്ന് ജീവിക്കാനുള്ള തുക കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ കടന്നു പോകുന്നത്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു തൊഴിൽ, അതായത് നിലവിൽ പോകുന്ന തൊഴിൽ ഏകദേശം തുച്ഛമായ വരുമാനത്തിൽ മാത്രമാണ് ആ ജീവിതം കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ ആ ഒരു വരുമാന മാർഗം കൂടി അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ്റെ ജ്യേഷ്ഠൻ നമ്മോടൊപ്പം ചേരുന്നു. നിങ്ങളുടെ ഒരു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ വീടിൻ്റെ ഈ വീട് കൊണ്ടുപോയത് ബിന്ദു ആയിരുന്നു. ബിന്ദു കൊണ്ടുവന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവനും വീട് കഴിയുന്നത്. നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇത് കിട്ടണം. ആ കുടുംബത്തെ രക്ഷിക്കണം. ആ കൊച്ചിന് അവിടെ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾക്കും അവൻ്റെ കൊച്ചിന് ഏതെങ്കിലും സർക്കാർ ഒരു പണി, ജോലി കൊടുക്കണം. സ്ഥിരമായിട്ടൊരു നിയമനം കൊടുക്കണം, ഏതിലെങ്കിലും കൊടുക്കണം. പിന്നെ ഇതിന് കുറേ ബാധ്യതയുണ്ട്. 10-25 ലക്ഷം രൂപ പിന്നെ ഈ കൊച്ചിന് പഠിക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ട്. അത് ചെയ്യണം. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ ഒരുമാതിരി രീതി ചെയ്യാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ദയ ഉണ്ടാവണമെന്നും കൂടെ ഒന്ന് പറയുകയാണ്. അപ്പം അവനിനി ജോലിക്ക് പോകാനൊക്കത്തില്ല. കാര്യം കൂലിപ്പണിയാണ്. അപ്പോൾ കൈ മൊത്തം ഈ പഴുത്ത് ഇത് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ആകെപ്പാടുള്ളത് ആ ബിന്ദുവായിരുന്നു. അത് നഷ്ടപ്പെട്ടു. അപ്പോൾ സർക്കാർ അത് നല്ല രീതിയിൽ ആ കുടുംബത്തെ കയറ്റാനുള്ള നടപടി എടുക്കണം. അതേ പറയാനുള്ളൂ എനിക്ക്. എങ്ങനെയാണ്? ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യ, അവളാണ് ദുഃഖങ്ങളൊക്കെ ഞങ്ങളോട് പറയുന്നത്. ആങ്ങളെ ഒന്നും പറയത്തില്ല. അവനൊരു തണുപ്പനാണ്. എപ്പോഴാണ് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ഈ കൊച്ചിന് ആശുപത്രി കൊണ്ട് 2-3 ലക്ഷം ഓപ്പറേഷൻ ചെയ്യാനാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിരിവെടുത്ത് ഉള്ളതോ കൊണ്ടുകൊടുത്താൽ ഇപ്പം ഈ ആശുപത്രി അഡ്മിറ്റ് ആക്കിയത്. എങ്ങനെ കയറുമെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എല്ലാവരും ഏതാളുകളും പിരിവെടുത്തെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള പിരിവെടുത്തെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ കുടുംബം രക്ഷപ്പെടുത്തണം. അതേ ഉള്ളൂ പറയാൻ. ആ കൊച്ച് ലോൺ എടുത്ത് പഠിച്ചാൽ ലോൺ എടുക്കാൻ പൈസയ്ക്ക് വന്നപ്പോഴാണ് ഈ ആപത്തായി. ആശുപത്രി റോഡിനെ ആക്കണം. ഇനി പോകാൻ പറ്റത്തില്ല. ആശുപത്രി കൊണ്ട് കാണിച്ചാൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. നമ്മൾ ആരോടെയും പറയാതെ അവിടെ കൊണ്ട് ഇവിടെ ഞങ്ങളുമൊക്കെ അറിഞ്ഞാൽ അവിടെ കൊണ്ടാക്കിയത്. 2 ദിവസം കഴിഞ്ഞപ്പോഴല്ലോ ഇതായത്. ആ കൊച്ചിനെ കാലത്തെ കുളിപ്പിച്ച് ആഹാരവും കൊടുത്ത് ബ്ലഡ് എടുത്ത് ഭർത്താവിൻ്റെ കയ്യിലോട്ട് വെളിയിൽ കൊണ്ടു കൊടുക്കാനായിട്ട് കൊണ്ടു കൊടുത്തിട്ട് കയറി വന്നിട്ട് ഇവിടെ കയ്യും കാലും കഴുകാൻ കയറിയതേ ഉള്ളൂ അറിയാവൂ. യവൻ ഇത് ബ്ലഡും കൊണ്ട് പോയിരിക്കുക. വെളിയിലൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ ആകുമ്പോൾ പലയിടത്തും പോകണ്ടേ, എവിടെയോ കൊണ്ടുപോയിരിക്കുക. ഇടിയുന്ന കേട്ട് ഈ കൊച്ചു കിടക്കുന്നതിൻ്റെ സൈഡിലാണ് ഇടിയൊക്കെ നടക്കുന്നത്. ഇടിയുന്ന കേട്ട് ബഹളം കേട്ട് അപ്പം അമ്മയെ കണ്ടില്ല, ഇവിടെ എല്ലാം ഇടിഞ്ഞു കാണുന്നു. കൊച്ചു വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവൻ അറിയുന്നത്. അന്നേരം അവൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഞങ്ങളുമൊക്കെ അറിഞ്ഞപ്പോഴും ഞങ്ങൾ പറഞ്ഞടാ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞതാ. ഞങ്ങൾക്ക് പറയാൻ വേറെ ഒന്നുമില്ല. സർക്കാർ പിരിവെടുത്താലും നാട്ടുകാർ പിരിവെടുത്താലും ആ കുടുംബം കരകയറ്റണം. ഞങ്ങൾ വർക്കലയിലൊക്കെ ഉള്ളവരാ. ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ യഥാശക്തി പോരാ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ 2 പെങ്ങന്മാരുണ്ട്, പിന്നെ ഇവരുണ്ട്. എല്ലാവരും അന്നന്ന് കൊണ്ടുവന്ന് കഴിയുന്ന ആളുകളാണ്. അപ്പം നമ്മൾ കൊടുത്താൽ എന്തോ കൊടുക്കും? ഈ ഓപ്പറേഷൻ 2-3 ലക്ഷം രൂപയും വേണം, 1 വർഷത്തെ റെസ്റ്റും വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
ഈ കൊച്ചിന് ഈ വർഷം പഠിക്കാൻ പറ്റും. അപ്പം ഈ തള്ള ആശ്വസിച്ച് ഈ കൊച്ചിനെ അവരുടെ ആളുകളെല്ലാം കൂടെ ഒക്കെ ചേർത്താ ഇതിനെ അവിടെ കൊടുത്ത് പഠിപ്പിച്ച് അടുത്ത വർഷം ആകുമ്പോൾ കൊച്ചിൻ്റെ പഠിത്തം തീരും, അതിനെവിടെങ്കിലും പോകുമ്പോൾ രക്ഷപ്പെടും. ഈ മോൻ പഠിച്ച് അത് രക്ഷപ്പെടും. ഞങ്ങൾക്ക് കുഴിയിൽ നിന്ന് അങ്ങ് മാറാൻ ചേച്ചി. ഞങ്ങൾ പറയും നിങ്ങൾ ഈ കുഴിയിൽ കിടക്കുന്ന ഞങ്ങൾക്കൊക്കെ വേദനയാണ്. പിന്നെ വന്ന് അകപ്പെട്ടു പോയി. ഇന്ന് ആർക്കും കൊടുത്ത ഞങ്ങൾ പണക്കാരൊന്നുമല്ല, അല്ല കോടീശ്വരന്മാരോ വകയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വല്ലതും കൊടുത്തു. നിങ്ങളെ ആരെ മുമ്പിലും ഞാൻ അയക്കത്തില്ല. പക്ഷേ ഇതതേ പറ്റൂ. നിങ്ങൾ ആരെ നിയമിച്ചാലും, സർക്കാർ നിയമിച്ചാലും, മറ്റുള്ളവർ പിരിവെടുത്താലും, ആരെ കാല് പിടിച്ചാലും അവരെ കുടുംബം രക്ഷിക്കണം. അവർക്ക് നല്ല ബാധ്യതയുണ്ട്. ഈ വീട് ലൈഫിൽ പണിതാണോ? എന്താ ലൈഫിൽ പണിയാ ഇവരുടെയൊക്കെ ഒരു നിലവിലത്തെ ചേട്ടന്റെ ജോലി? ചേട്ടൻ യഥാർത്ഥ ജോലി മേശൻ ജോലിയാ. ആ 2 കൈയും സിമെന്റിന്റെ പണി അലർജിയാ. അപ്പം മേശമേല് ഈ ഓരോ വീട്ടുകളിൽ പോയി പുല്ല് ചെത്തും. പുല്ല് ചെത്തി 500-300 രൂപ കിട്ടും. അതിപ്പോ 4-5 വർഷം കൊണ്ട് അവൻ ഈ പണിയൊക്കെ ഒന്നും പോകാൻ വയ്യ, ചൊറിച്ചില്ല. പിന്നെ വീട്ടിൽ ഇരുന്ന് വീട്ടിലെ കാര്യങ്ങളും തിരക്കി എന്തെങ്കിലും കൊച്ചു പണികളൊക്കെ ചെയ്ത് വീട്ടിൽ നീ കൊച്ചുങ്ങൾക്ക് ഒരു അധീനമായിട്ടിരിക്കുന്നില്ല. ഇവള് നേരം വെളുക്കുമ്പോൾ കടയിൽ പോകും. ഒരു തുണിക്കടയിലാണ് പോകുന്ന കള്ളവല്ല 300 രൂപ ഈ തുണിക്കടയിൽ നിന്ന് കിട്ടുന്നത്. ഈ 300 ഉണ്ട്. പിന്നെ സർക്കാരിന്റെ സൗജന്യം അരി കിട്ടുന്നതുകൊണ്ട് അവർ ജീവിച്ച് കിടക്കുന്നത്, കഞ്ഞി വെച്ച് ഒന്ന്. പിന്നെ അവരമ്മയുണ്ട്, വയസ്സെന്നൊരു തള്ളയാ. അവരിനി ഈ കൊച്ചുങ്ങളെ നോക്കാൻ പറ്റും. അമ്മയെ കണ്ടോ? നല്ല പ്രായമുണ്ട്. അവരെ കൊണ്ട് അവരിനി ആരെ നോക്കും? മറ്റേ അവരും കൂടെ പോയി തൊഴിലുറപ്പും മറ്റേതും ഒക്കെ ചെയ്താൽ ഈ കുടുംബം രക്ഷ. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും യഥാശക്തി അനുസരിച്ച് കൊടുക്കും. അതല്ല ഈ ബിന്ദു വിളിച്ച് ദുഃഖങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ കൊടുക്കും. എൻ്റെ സഹോദരൻ മിണ്ടത്തില്ല, ഞങ്ങളോടൊന്നും ചോദിക്കത്തില്ല. പിന്നെ ഞങ്ങൾ എന്തോന്ന് പറയാം? ഞങ്ങൾക്ക് പറയാനൊന്നുമില്ലേ. കുടുംബം രക്ഷപ്പെടുത്തണമെന്നേ ഉള്ളൂ നിങ്ങളൊക്കെ പറയാൻ. വീടിന്റെ ഒരു പ്രധാനപ്പെട്ട അത്താണിയാ പോയത്. എല്ലായിടും ആണുങ്ങളാന്ന് പറയും. ഇത് ഈ കൊച്ചാണ്. ഞങ്ങൾ പറയുന്നില്ലേ നിങ്ങൾ ഇവിടെ എവിടെങ്കിലും തിരക്കി കൊണ്ടുപോകും. ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു പറയും. എൻ്റെ നാത്തൂന് ഈ തലേ ദിവസം രാത്രിയിൽ ഞാൻ വിളിച്ചു നാത്തൂനെ, എങ്ങനെയാ ചേച്ചി? കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഞങ്ങൾക്ക് സുഖമാ ചേച്ചി. എൻ്റെ മോൾ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഓപ്പറേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ്. എന്നും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമല്ലേ. അങ്ങനെ അത് കൊണ്ട് ഭർത്താവിൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് എവള് തിരിഞ്ഞു നിൽക്കാതെ അങ്ങോട്ട് കയറി പോയ സമയത്തായി ഇത് നടക്കുന്നത്. അപ്പോൾ ഭർത്താവും അറിയുന്നില്ല ഇത് നടക്കുന്നെന്ന്. ഭാര്യയെ കൊടുത്തിട്ട് അങ്ങ് പോയല്ല, റൂമിലായിരിക്കുമെന്ന് ചേച്ചി. ഈ വയ്യാതെ കിടന്ന മോളാ വിളിച്ച് പറയുന്നത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഏറെ വേദനയോടുകൂടി തന്നെയാണ് ബന്ധുക്കളും മറ്റുമൊക്കെ നിലവിൽ ഇവിടെയുള്ളത്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ആ കുട്ടിക്ക് അടിയന്തരമായി ഒരു ജോലി, ആ കുട്ടിയുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അതിനുശേഷം ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ്. കാരണം 10-20 ലക്ഷം രൂപയോളം ആ കുട്ടിക്ക് പഠിക്കുവാൻ വേണ്ടി ലോൺ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നിലവിൽ ആ ബിന്ദു എന്ന് പറയുന്ന അവരാണ് ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട അത്താണി. ആ അത്താണി തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇല്ലാതായിരിക്കുന്നത്. നമ്മുടെ സംവിധാനങ്ങളുടെയൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട കടമ ആ സർക്കാരിനുണ്ട്. അത് ചെയ്യണം എന്ന് തന്നെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നതും. ഏകദേശം ഒരു അരമണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. തൊട്ടിപ്പുറത്ത് ഇവിടെയാണ് പന്തൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടി